ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വലിയൊരു വചനവുമായി നിൽക്കുവാൻ ഇടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സൂം ആയതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. കുറച്ചു പേരും കൂടി ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെക്കാമെങ്കിൽ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. കുറച്ചു പേർ ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ചു പേരും കൂടെ അതിന് തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ഈ പേര് നോക്കി പ്രസംഗിക്കാൻ ഇടയാകാതെ ആളെ കണ്ട് സംസാരിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാര്യത്തിൽ മാക്സിമം സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കഴിയുന്നത്ര ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കുവാൻ ഉത്സാഹിക്കണമേ. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. രക്ഷിക്കുന്ന കൃപ, നമ്മെ രക്ഷിച്ച് വഴി നടത്തുന്ന ദൈവകൃപ, നമ്മെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, നമ്മെ വീണ്ടെടുത്ത് സ്വർഗീയമായ അവകാശത്തെ നോക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ആ നിലയിലായിത്തീരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആ നിലയിൽ വേർപെട്ട എല്ലാ ദൈവജനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ക്രമീകൃതമായി പഠിക്കുവാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആരംഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നോക്കിയത്, അതായത് സുബോധത്തോടെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം എന്നുകൊണ്ടാണ് നാം ഈ വിഷയം പഠിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. സുബോധത്തോടെ എന്ന് വായിക്കുന്ന ഏതാണ്ട് ഒരു 4 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. അതിൽ സുബോധത്തോടെ എന്ന വാക്ക് 4 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കിന്റെ അർത്ഥമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഗൗരവബോധമുള്ള, സമചിത്തനായ, വിവേകശീലനായ, അല്ലെങ്കിൽ സമചിത്തതയുള്ള എന്നൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ധാരാളം പദപ്രയോഗങ്ങൾ ആ നിലയിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നാം അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? രക്ഷിക്കുന്ന കൃപ. ആ കൃപ നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഒരു ജീവിതം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ആ ജീവിതം ജീവിച്ച് നാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിന്റെ മധ്യത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു, സ്വയമായിട്ട് നമുക്ക് സ്വതന്ത്രരാകുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് നമ്മുടെ അതിക്രമങ്ങളെ നമ്മൾ ക്ഷമിച്ച്, നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിച്ച് നമ്മെ സ്വതന്ത്രരാക്കിയ ദൈവത്തിന്റെ നിസ്തുല്യമായ പ്രവൃത്തിയെ സംബന്ധിച്ചാണ് നമുക്ക് ഓർക്കുവാനിടയായിട്ട് തീർന്നത്. സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടു എന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സകല അതിക്രമങ്ങളിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ടു എന്നതിന്റെ അർത്ഥം എന്താണ്? എന്താന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ 2-3 സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അതായത് പുതിയ നിയമത്തിന്റെ പല പേജുകളിൽ പൗലോസ് അത് വ്യക്തമാക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ വായിക്കുന്ന ഒരു സത്യമുണ്ട്. 3 കാര്യങ്ങൾ അവിടെ പൗലോസ് ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏത് വിഷയത്തിൽ? നമ്മെ ദൈവം സ്വതന്ത്രരാക്കി തീർത്തു, നമ്മുടെ സകല അതിക്രമങ്ങൾക്കും വേണ്ടി, അതിക്രമങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതായിരിക്കുന്ന ആശയം വരുന്ന 3 വാക്കുകൾ പൗലോസ് ഈ റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ. അവിടെ നാം സൂക്ഷിച്ച് വായിച്ചാൽ, ശ്രദ്ധയോടെ വായിച്ചാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു: നാം വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് പാപം ഇനി നമ്മിൽ വാഴരുത്. പാപം ഇനി നമ്മിൽ വാഴരുത്. ഷൗൽ വർഗീസ് എന്താണ് ഈ വാഴുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം? ജീവിക്കരുത്. വാഴുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പാപം ഇനി വാഴരുത്. ആഗ്രഹം പോലും പാടില്ല. ആഗ്രഹം പോലും പാടില്ല. പാപം
ഇനി വാഴരുത്. ഇതുവരെ പാപം വാണിരിക്കുകയായിരുന്നു. എന്നാൽ ഈ വാഴുക എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഇതേക്കുറിച്ച് ഞാൻ പറയാനായിട്ട് അത് ഇങ്ങനെ തത്രപ്പെടുകയാണ്. എന്നോട് കർത്തൃത്വം ചോദിക്കുന്നതാണ് ഞാൻ പറയുന്നത്. പാപം കർത്തൃത്വം നടത്തരുത് എന്നുള്ളത്. ആണോ? വാഴുക. ആദ്യത്തെ വാഴുക. പ്രയോഗം പാപം ഇനി വാഴരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് കൺട്രോൾ ചെയ്യരുത് എന്നാണോ? കൺട്രോൾ ചെയ്യരുത്. ജെഫിന് പറയാൻ പാപം പറയാം. പാപം വാണസ്ഥാനത്ത് ക്രിസ്തുവാണ് ഇപ്പോൾ നിൽക്കുന്നത്. യെസ്, ക്രിസ്തുവാണ് ഇപ്പോൾ വാഴുന്നത്. പാപം വാഴരുത് എന്ന്, ഇനി വാഴരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാകുന്നതാണ് ചോദ്യം. ഇതുവരെ വാഴുന്നത് പാപമാണ്. ഉണ്ടാവരുത്. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറഞ്ഞേ. പാവന് നമ്മളിൽ ഉണ്ടാവരുത്. പാപം ഇനി ഉണ്ടാകരുത്. നോ, കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടില്ല. വാഴുക എന്ന് പറഞ്ഞാൽ പാപം നമ്മളെ ഭരിക്കരുത്. കറക്റ്റ് വാക്ക് കിട്ടി. വാഴുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം, റൂളിംഗ് എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്, ഭരണം നടത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പാപം ഇനി വാഴരുത് എന്ന് പറഞ്ഞാൽ ഇനി പാപം നമ്മെ ഭരണം നടത്തുവാൻ ഇടയാകരുത്. ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ സർവ അധികാരത്തോടും കൂടെ സകലവിധമായ സാധ്യതകളോടും കൂടെയാണ് ഭരണം നടത്തുന്നതെങ്കിൽ പാപം ഇനി അങ്ങനെ ആകുവാൻ പാടില്ല. കാരണം എന്താണ്? നമ്മുടെ സകല അതിക്രമങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട്. വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് ആയിരുന്നുവെങ്കിൽ പാപം അതിന്റെ സർവ്വ ഐശ്വര്യത്തോടും കൂടെ വാഴുകയായിരുന്നു. എന്നാൽ നാം വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് ഇനി വാഴുവാൻ പാടില്ല. ഇനി, ആ വാക്കിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട്. 2 അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ് ഇനി. നൗ, ഇനി എന്നതാക്കുന്ന ആ വാക്ക് പറയുന്നത്. ഇനി വാഴരുത്, ഇനി വാഴാൻ പാടില്ല. പോട്ടെ, മുമ്പോട്ട് പോട്ടെ. രണ്ടാമത്തെ പ്രയോഗമോട് ശ്രദ്ധിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്ക് രണ്ടാമത്തെ ഭാഗം പറയുന്നത് പാപത്തിന് സമർപ്പിക്കുകയും വരുത്. പാപത്തിന് സമർപ്പിക്കരുത്. നമ്മുടെ അവയവങ്ങളോട് ബന്ധത്തിലാണ് വായിക്കുന്നത്. 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നോക്കുക, നമ്മളെ വീണ്ടെടുത്തിരിക്കുമ്പോൾ പാപം ഇനി നമ്മെ ഭരണം നടത്തുവാൻ പാടില്ല. മാത്രമല്ല, പാപത്തിന്റെ മുമ്പിൽ നമ്മുടെ അവയവങ്ങളെ ഇനി സമർപ്പിക്കരുത്. സമർപ്പിക്കുക എന്ന വാക്കിൽ നിന്നും ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ധാരാളമായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്ന ഒരു പദപ്രയോഗമാണത്. പാപത്തിന് ഇനി എന്നെ സമർപ്പിക്കരുത്. കാരണം ഞാൻ എൻ്റെ അവയവങ്ങളെ സമർപ്പിക്കുമ്പോൾ എന്റെ അധികാരം ഞാൻ നടത്തുകയാണ് ചെയ്യുന്നത്. എന്റെ തീരുമാനപ്രകാരമാണ് സാധിക്കുന്നത്. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ടാണ് സമർപ്പണം എന്നതാകുന്ന വാക്ക് കാണാൻ കഴിയുന്നത്. അറിയാതെ സമർപ്പിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. അറിയാതെ അത് സംഭവിക്കുന്നില്ല. നാം അറിഞ്ഞു തന്നെ ആയിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പറയാണ്, പാപത്തിന്റെ മുമ്പിൽ ഇനി എന്റെ അവയവങ്ങളെ സമർപ്പിക്കാൻ പാടില്ല. അത് വളരെ കർക്കശമായ നിലയിൽ പരിശുദ്ധാത്മാവ് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സമയം പോകുന്നല്ലോ. 3-ാമത്തെ പ്രയോഗത്തിലേക്ക് വരട്ടെ. 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പാപം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം ഇനി നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ പാടില്ല. കർത്തൃത്വം എന്ന് പറഞ്ഞത് ലീഡർഷിപ്പാണ്. ഗൈഡൻസ് നൽകി തരിക, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുക, നമ്മളെ നിയന്ത്രിക്കുക. പാപം ഇനി എന്നെ നിയന്ത്രിക്കാൻ പാടുള്ളതല്ല. 3 വാക്കുകൾ വളരെ ശക്തമായ നിലയിലാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. എന്നെയും നിങ്ങളെയും സകല അതിക്രമങ്ങളിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നതിനാൽ. ആ വാക്ക് മനസ്സിലായോ? എന്നെയും നിങ്ങളെയും സകല അതിക്രമങ്ങളിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, പാപം ഇനി വാഴരുത്. 2, പാപത്തിന് ഇനി സമർപ്പിക്കരുത്.
3, പാപം ഇനി നിങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ പാടില്ല. പാപത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. ഇനി ഇന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുകയാണല്ലോ. ഈ വർത്തമാന കാലത്തിൽ നാം ഒരിക്കലും ലോകക്കാരെ പോലെ ആയി തീരുവാൻ പാടില്ല. നമുക്കത് അറിയാവുന്ന കാര്യമാണ്, നാം അത് പഠിച്ചിട്ടുള്ളതായ കാര്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ അല്ല, ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ നാം ഒരിക്കലും ലോകക്കാരെ പോലെ ജീവിക്കുവാനായിട്ട് പാടില്ല. ഞാൻ ഇനി പറഞ്ഞൊരു 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ ഈ ആശയം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വിൽസൺ സൗര ഒന്ന് വായിക്കാം ആ വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വിൽസൺ TP. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. കിട്ടിയോ? വായിക്കട്ടെ. വായിക്കാം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. നോക്കുക, ഗലാത്യ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞേക്കുന്ന വാക്യം, തിന്മ നിറഞ്ഞതായിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യം നമുക്ക് അറിയാവുന്നതാണ്, വായിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട്. ഈ ലോകത്തോട് നാം ഇനി അനുരൂപപ്പെടാൻ പാടില്ല, അനുരൂപമാകരുത് എന്നാണ് നാം വായിക്കുന്നത്. ഈ ലോകത്തോട് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പൊ പൗലോസ് പറഞ്ഞേക്കുന്ന വാക്കിന്റെ ആശയം എന്താണ്? സകല അധർമ്മത്തിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതിനാൽ ഈ ലോകത്തോട് ഇനി അനുരൂപപ്പെടരുത്. 3-ാമത്തെ കാര്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുന്നതെന്ന് അറിയാമോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. പരിചയമില്ലാത്ത വാക്യമാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. എഫേസ്യർ 4:17 എന്താ വായിക്കുന്നത്? ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ആ വാക്കുണ്ട് പിന്നെ വന്നേ, ഇനി നടക്കരുത്. ഇതുവരെ നിങ്ങൾ നടന്നു, ഇനി നടക്കരുത്. ആ വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുകയാണ്. ലോക മാനദണ്ഡ പ്രകാരം നാം ഇനി നടക്കരുത്. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നാം ലോകത്തോട് അനുരൂപപ്പെടരുത്. ലോക മാനദണ്ഡ പ്രകാരം നാം നടക്കുകയുമരുത്. 4-ാമത്തെ കാര്യം എന്തെന്നറിയാമോ? 4-ാമത്തെ കാര്യം, വരുവാനുള്ള ലോകത്തിനായി നാം കാത്തിരിക്കുന്നവരാണ്. വരുവാനുള്ള ലോകത്തിനായിട്ട് നാം കാത്തിരിക്കുന്നവരാണ്. 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. 1, 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മോട് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു പുതിയ ആകാശത്തിനായിട്ട്, ഒരു പുതിയ ഭൂമിക്കായിട്ട് നാം കാത്തിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ അതിനോട് ചേർത്ത് ഒരു വാക്യം വായിക്കാണ്ടുള്ളത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 28-ഉം 29-ഉം വാക്യത്തിൽ നാം വായിക്കുന്ന ആ വാക്യം വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇവിടെ വായിക്കുന്ന വാക്യം എങ്ങനെയാണ്? നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. നോക്കുക, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നെന്ന് പറയുമ്പോൾ നാം ഈ ലോകത്തിനുള്ളവർ അല്ല. എത്ര ഗൗരവകരമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അത്. നാം ഈ ലോകത്തിനുള്ളവരല്ല, നാം വരുവാനുള്ള ഒരു രാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ്. ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്.
അങ്ങനെയെങ്കിൽ ഈ നാല് കാര്യങ്ങളുടെ പ്രത്യേകത, അതിന്റെ ഗൗരവം എത്രമാത്രം ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. 2, നാം ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. 3, ലോക മാനദണ്ഡ പ്രകാരം നാം ഇനി നടക്കരുത്. 4, വരുവാനുള്ള ലോകത്തിനായി നാം കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ ഭാവി പൂവണിയുവാനായിട്ട് പോവുകയാണ്. ആ പ്രത്യാശയെ നോക്കി പാർക്കുന്നവരാണ് നാം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ശുദ്ധീകരിച്ച് തന്റെ പ്രത്യേക ജനമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. തീത്തോസിന്റെ ലേഖനം എടുക്കാമോ? തീത്തോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ആ പ്രയോഗം ശ്രദ്ധിച്ചോ? തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ അത്. എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്? ദൈവത്തിന്റെ കൃപയാൽ നാം വീണ്ടെടുത്തു. ആ കൃപ വീണ്ടും വീണ്ടും ദൈവം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വിശുദ്ധീകരണം എന്ന ആ പ്രക്രിയയിൽ നമ്മെ ദൈവം ആക്കി തീർത്തിരിക്കുകയാണ്. അനുദിനം ദൈവത്തിന് കൃപ നൽകി തരുന്നത് ഈ വിശുദ്ധീകരണം എന്ന ആ പ്രക്രിയയുടെ ദൈവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരത്തിൽ നാം ജീവിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ഈ ശരീരവും വീണ്ടെടുക്കപ്പെടും. പൂർണ്ണമായി നാം കർത്താവിനോട് ചേരും. ഇന്ന് നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രക്രിയ നമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്താൽ അനുദിനം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശൗല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബ്രദറെ, സമാഗമന കൂടാരത്തിൽ കാണുന്ന 2-ാമത്തെ ഉപകരണം ഏതാണ്? ബുദ്ധിമുട്ടും തോന്നരുത്, ചോദിക്കുന്നുണ്ട്. ശാവുൽ സഹകരിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സമാഗമന കൂടാരത്തിൽ കാണുന്ന 2-ാമത്തെ ഉപകരണം പിച്ചളത്തൊട്ടി അല്ലെങ്കിൽ താമ്രത്തൊട്ടി അല്ലേ? എന്താണ് അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം എന്താണ്? പിച്ചളത്തൊട്ടിയുടെ ആവശ്യം എന്താണ്? കഴുകൽ. യെസ്, കഴുകൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ വാക്കം ശരിയാണ്, എനിക്കത് മനസ്സിലാവും. പക്ഷെ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂടെ? കഴുകൽ എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിന്റെ മേൽ യാഗം അർപ്പിക്കപ്പെടും. സോറി, ശുദ്ധി വരുത്തുക എന്നല്ലേ ഇവിടെ? കേട്ടില്ല. അല്ല, കഴുകൽ എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്യുക എന്നല്ല. ശുദ്ധീകരണം പ്രാപിക്കുക. യാഗപീഠത്തിന് മേൽ യാഗം അർപ്പിച്ചിട്ട് ആ യാഗ അർപ്പിതൻ മുമ്പോട്ട് പോകുമ്പോൾ, മഹാപുരോഹിതൻ മുമ്പോട്ട് പോകുമ്പോൾ താൻ ഈ കാലും കൈയും മുഖവും ഈ വെള്ളത്തിൽ കഴുകി വേണം മുമ്പോട്ട് പോകുവാൻ. തന്റെ ജീവിതത്തിലെ മാലിന്യങ്ങൾ ഒരിക്കലും മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നതല്ല. പാപം അതിന് കാരണമാകുന്ന ഒന്നും തന്നെ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ദൈനംദിന ശുദ്ധീകരണത്തിന്റെ ഒരു വ്യക്തമായ ചിത്രമാണ് താമ്രത്തൊട്ടി അഥവാ പിച്ചളത്തൊട്ടി എന്ന് പറയുന്നത്. അത് യാഗപീഠത്തിന് ശേഷമാണ് ഇരിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നാം ശുദ്ധീകരണം പ്രാപിക്കണം. ഒരു നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു താമ്രത്തൊട്ടി ഉണ്ട്. എന്താണെന്നറിയാമോ? എന്റെ ഈ കയ്യിലിരിക്കുന്ന സാധനമാണ് താമ്രത്തൊട്ടി. അനുദിനം ശുദ്ധീകരണം പ്രാപിക്കേണ്ടതായ ദൈവത്തിന്റെ വിലയേറിയ വചനത്താൽ നാം ദൈനംദിനം ശുദ്ധീകരണം പ്രാപിക്കണം. അതാണ് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ. നമുക്കറിയാവുന്ന വിഷയമാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഈ ലക്ഷ്യം അഥവാ ഈ പ്രക്രിയ നമ്മൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഇതിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മെ കൂടുതലായിട്ട് അനുരൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ, ഈ വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നമ്മൾ നടത്തുമ്പോൾ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ കൂടുതൽ നമ്മെ അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ
28ഉം 29ഉം വാക്യങ്ങൾ നമുക്ക് കാണപ്പാടം അറിയാം. റോമാലേഖനം 8-ാം അധ്യായം 28ഉം 29ഉം വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നു. അടുത്ത വാക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ബാക്കി പറയണല്ലേ. നന്നായിട്ട് അറിയാതെ പറയുകയും ചെയ്തു. അടുത്ത വാക്യം ഓക്കെ. എന്താ റോമർ 8:29 വായിക്കുന്നത്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ അവൻ പുത്രൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. നോക്കുക, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. ഇത്ര ഗൗരവമുള്ളതായ ഒരു കാര്യമാണെന്ന് നോക്കിയേ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തന്നിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരായിട്ട് തീരാൻ പോകുന്ന ആ മനോഹരമായ അനുഭവമാണ് നമ്മെ ശേഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. നാം ഇതുവരെ ഓർത്തുകൊണ്ടിരുന്നത് രക്ഷിക്കുന്ന കൃപ. ഇനി അതിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. രക്ഷിക്കുന്ന കൃപ രക്ഷിച്ച് മാത്രം നിർത്തുകയല്ല ചെയ്യുന്നത്, ആ രക്ഷ കൊണ്ട് തീർക്കുകയല്ല ചെയ്യുന്നത്. രക്ഷിക്കുന്ന കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാണ് വായിക്കാൻ കഴിയുന്നത്. തീത്തോസിന്റെ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ ഉപയോഗിക്കുന്ന 2-3 വാക്കുകളുണ്ട്. ഒന്നുകിൽ ടീച്ചിങ് എന്ന് വായിക്കാൻ കഴിയും, അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് വായിക്കാനായിട്ട് കഴിയും. ടീച്ചിങ് ഓർ ട്രെയിനിങ്. ദൈവം നമ്മെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, ദൈവം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ വായിപ്പാൻ കഴിയുന്നത്, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ. ഈ വിഷയം ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ വിഷയത്തോട് ചേർത്ത് എനിക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കട്ടെ, വളർത്തുന്നു എന്ന വാക്ക്, വളർത്തുന്നു, ശിക്ഷിച്ച് വളർത്തുന്നതാണ്, വളർത്തുന്നു എന്ന വാക്ക് 2 കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, ഉടമസ്ഥതയോട് ബന്ധപ്പെട്ടാണ് ഈ വളർത്തുന്നു എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഉടമസ്ഥതയോട് ബന്ധപ്പെട്ട്, ഓണർഷിപ്പ്, ഉടമസ്ഥത. എന്റെ സ്വന്തത്തെയാണ് ഞാൻ വളർത്തുന്നത്. എനിക്കുള്ള എല്ലാത്തിനും എനിക്ക് വളർത്താൻ കഴിയത്തില്ല. എന്റെ സ്വന്തമായതിനെ ഞാൻ വളർത്തുന്നു. അപ്പൻ മക്കളെ വളർത്തുന്നു എന്ന് പറയുന്നത് പോലെ. ഒന്ന്, വളർത്തുന്നു. 2-ാമത്തെ ആശയം എന്നറിയാമോ? വളർച്ച. വളരുന്നുണ്ടല്ലോ. ഈ വളർച്ച എന്തിനെ കാണിക്കുന്ന അറിയാമോ? വളർച്ച സമൃദ്ധിയെ കാണിക്കുന്ന, സമൃദ്ധിയെ കാണിക്കുന്ന വളർച്ച. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചേർന്ന് വരികയാണ്. ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, ഒരു ഡിസിപ്ലിൻ നൽകി തരുന്നു. നമ്മെ ശിക്ഷിച്ചത് വളർത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഗുണത്തിനായിട്ട് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ഒന്ന് ശക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ദൈവഭക്തിയുടെ പ്രായോഗികത ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ദൈവഭക്തിയുടെ പ്രായോഗികത. ദൈവഭക്തിക്ക് ആന്തരികമായ ഒരു അനുഭവം ഉള്ളതുപോലെ തന്നെ, ഒന്നും കൂടെ ഞാൻ പറയാം, ദൈവഭക്തിക്ക് ആന്തരികമായ ഒരു അനുഭവം ഉള്ളതുപോലെ തന്നെ എന്നായിരിക്കും ബാക്കി വരുന്നത്. പിടിച്ച ദൈവഭക്തിക്ക് ആന്തരികമായ ഒരു അനുഭവം ഉള്ളതുപോലെ തന്നെ പുറമേയും ആ അനുഭവം കാണും, ബാഹ്യമായും ഒരനുഭവമുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. എന്റെ അകത്ത് ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭക്തനാണെന്ന് പറയുന്നതിനകത്ത് വ്യത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ആന്തരികമായ അനുഭവം ഉള്ളതുപോലെ തന്നെ ദൈവഭക്തിക്ക് ഒരു ബാഹ്യ തലം ഉണ്ട്. നമുക്കെല്ലാം ഒപ്പിച്ച് നടത്താൻ കഴിയുന്ന ആന്തരിക തലമാണ്. അത് വേറെ ആരും കാണുന്നില്ലല്ലേ.
ആന്തരിക തലം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, മാനുഷിക തലം ബാഹ്യതലം മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തോട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ മനുഷ്യനോട് ബന്ധപ്പെടുന്ന കാര്യം ദൈവഭക്തിക്ക് ഈ രണ്ടവസ്ഥയും ഉണ്ട്. ദൈവഭക്തിയുടെ പ്രായോഗികത എന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ നാം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത് കേവലം ഒരു ക്ലാസ് കൊണ്ടോ അല്ലെ കേവലം ഒരു വാക്കുകൾ കൊണ്ടോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായ ഒന്ന് അല്ല. അതിനൊരു ആന്തരിക തലമുണ്ട്, അതിന്റെ ബാഹ്യതലമുണ്ട്, അതിനൊരു ആന്തരിക തലമുണ്ട്. നാം അതിനെക്കുറിച്ച് അങ്ങേയറ്റം ബോധവാന്മാരാകണം. ഞാനിവിടെ ഒരു 4 കാര്യങ്ങൾ പറയാം. ദൈവഭക്തിയുടെ പ്രായോഗിക ബന്ധത്തിൽ ഒരു 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വാക്യങ്ങൾ വളരെ വ്യക്തമാണ് കേട്ടോ. ഈ കാര്യം വ്യക്തമായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ എല്ലാവരും തന്നെ വിരോധി നമ്മെ കൊണ്ട് ആ. ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ആ. വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കും. മതി. ഇവിടെ വായിച്ച വാക്കുകൾ 2 വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്യണം. 2 വാക്കുകൾ, അത് ഗൗരവമുള്ള 2 വാക്യങ്ങളാണ്. അതായത് വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ എന്ത് ചെയ്യണം? ലജ്ജിക്കണം. ആരാ നമ്മുടെ വിരോധി? സാത്താനല്ലേ? നമ്മുടെ വിരോധി സാത്താനാണ്, ശത്രുവാണ്. സാത്താനാണ് നമ്മുടെ വിരോധി. ആ സാത്താൻ ലജ്ജിക്കണം. എങ്ങനെ ലജ്ജിക്കണം? നമ്മെ കൊണ്ട് ഒരു തിന്മ പറയുവാൻ സാത്താൻ വരുമ്പോൾ, നമ്മെ കൊണ്ടൊരു തിന്മ പറയാൻ സാത്താൻ വരുമ്പോൾ നമ്മെ നോക്കിയിട്ട് അത് പറയാനില്ലാതെ വണ്ണം ലജ്ജിക്കുന്നെന്ന് പറയുമ്പോൾ അതാണ് എന്ത്? ദൈവഭക്തിയുടെ പ്രായോഗികത എന്ന് പറയുന്നത്. ഇയ്യോബിനെ സംബന്ധിച്ച് നാം സമ്മതിക്കും. എന്ത് സമ്മതിക്കും? ദൈവവും സമ്മതിച്ചു, ദൈവം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, അവന്റെ ഭക്തനായ മനുഷ്യനാണ്. ഇല്ലേ? സംശയമൊന്നുമില്ല ആർക്കും. ആ ഇയ്യോബിൽ കണ്ടത് എന്തായിരുന്നു കണ്ടത്? അവൻ ഭക്തനെന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? വിരോധി അവന്റെ അടുക്കൽ വന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു തിന്മയും പറവാൻ ഇല്ലാതെ പിശാച്, ശത്രു അവൻ എന്ത് ചെയ്തു? ലജ്ജിച്ചു. ഒന്നും പറയാനില്ല. ഏതെല്ലാം വശങ്ങൾ നോക്കി, ഒന്നും പറയാനില്ല. അവസാനം ഭാര്യ ഒരു വാക്ക് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഭാര്യക്ക് ഒറ്റ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. അതായത് പ്രശ്നം ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്ക് വേറെ ഒരു വിഷമവും ഇല്ല. അവൾ പറഞ്ഞാലെന്നറിയാമോ? ഈ ഭക്തി ഉപേക്ഷിക്കണം, എന്നിട്ട് പോയി മരിച്ചു കളയാം. വെറുതെ മരിച്ചു കളയാൻ പറഞ്ഞതെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഭക്തി ഉപേക്ഷിച്ചിട്ട് പോയി മരിച്ചു കളയണമെന്നായിരുന്നു. എന്തായിരുന്നു അതിന്റെ ബദല്? എന്താണെന്നറിയാമോ? എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. അതായിരുന്നു ഇയ്യോബിന്റെ കാര്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. അതാണ് ഈ ഭാര്യ പറഞ്ഞതിന്റെ ബദലായ സംഭവം എന്ന് പറയുന്നത്. ഞാൻ മുമ്പോട്ട് പോകട്ടെ പ്രിയപ്പെട്ടവരെ. തീത്തോസിനോട് പറയുകയാണ്, വിരോധി നമ്മെ കൊണ്ട് ഒന്നും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. അടുത്ത വാക്കിനെയാണ്, സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവൃത്തി എന്ന് പറയുന്നത് നല്ല പ്രവൃത്തിയാണ്. അത് മറ്റുള്ളവരോട് ചെയ്യുന്നതായ കാര്യമാണ്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നിൽക്കാൻ പാടില്ല, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. എങ്കിലും ഞാൻ ആ വാക്ക് വിട്ടൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ പറയട്ടെ. ഇതിന്റെ 1-ാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക. അതാണ് ദൈവഭക്തിയുടെ പ്രായോഗികതയിലെ 1-ാമത്തെ കാര്യം. നാം ഏത് വഴിയിലാണ് നിൽക്കുന്നത്? നാം എവിടെയാണ് നിൽക്കുന്നത്? നമ്മെ മാതൃകയാക്കി കാണിക്കാൻ പറ്റുമോ? ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാകട്ടെ. ഞാൻ നിങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയല്ല. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ എത്രത്തോളം മാതൃകയാണ്? സകലത്തിനുമെന്നാണ് തീത്തോസിനോട് പൗലോസ് ഉപദേശിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ആ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ നാം എത്രത്തോളം മാന്യതയുള്ളവരാണ്?
എത്രത്തോളം മാതൃകയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവമായി ചിന്തിക്കണം. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഗൗരവമായി ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ഒന്ന് നിർത്തി ചിന്തിച്ചു വേണം മുന്നോട്ട് പോകുവാനായിട്ട്. സകലത്തിലും നിന്നെ തന്നെ മാതൃകയാക്കുക. രണ്ടാമത്തെ കാര്യം 2-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിലുണ്ട്. 2-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കുക. ഗൗരവമുള്ളതായിരിക്കണം, നിർമ്മലനായിരിക്കണം. പിന്നെ ഈ വചനം കയ്യിലെടുക്കുന്നത് കൊണ്ട് ഒരാക്ഷേപവും എന്നെ മേൽ ഉന്നയിക്കുവാൻ പാടുള്ളതല്ല. ഒരാക്ഷേപത്തിനും വഴിയില്ലാത്തവനായിരിക്കണം. അയ്യോ, അത് എത്രയോ ഗൗരവമുള്ള കാര്യമാണെന്ന് നോക്കി. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്ത് നാം കയ്യിലെടുക്കുന്നവരാണ്. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ഈ തിരുവെഴുത്ത് നാം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഈ തിരുവെഴുത്ത് സംബന്ധിച്ച് നാം ആക്ഷേപമില്ലാത്തവരായിരിക്കണം എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താ? വാക്കിന്റെ അർത്ഥം എന്താ വിൽസൺ ബ്രദറെ? ആ വാക്കിന്റെ അർത്ഥം എന്താ? തിരുവചനം മുഖാന്തരം യാതൊരു ആക്ഷേപവും നമ്മൾ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ എന്തു പറയുന്നുവോ അത് എന്റെ ജീവിതത്തിൽ കാണണം. എന്റെ ജീവിതത്തിൽ കാണാത്തതൊന്നും ഞാൻ പറയാൻ ഇടയാകരുത്. അതാണ് ഈ വാക്കിന്റെ ആശയം. ഞാൻ എന്തു പറയുന്നുവോ അത് എന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. വെറുതെ ഇങ്ങനെ അതരചർവണം നടത്താമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ആർക്കും ഉണ്ടാകുന്നില്ല. ഞാൻ എന്തു പറയുന്നുവോ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും ഞാൻ പറയാൻ പാടില്ല. എത്ര ഗൗരവമായിട്ടാണ് പരിശുദ്ധാത്മാവ് ആ കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ദൈവഭക്തിയുടെ പ്രായോഗികത എന്ന് പറയുന്നത് അതാണ്. ആക്ഷേപിച്ചുകൂടാത്ത സത്യവചനമുള്ളവനായിരിക്കുക. മൂന്നാമത്തെ കാര്യം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കുന്നവനായിരിക്കണം. ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കുക. അലങ്കാരം എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ പ്രദർശനമാണ്. സകലത്തിലും അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ദൈവവചനം വെളിപ്പെടുവാനിടയാകണം. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായ ഭൗതികമായ എല്ലാ വിഷയത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. 4-ാമത്തെ കാര്യം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവൻ ആയിരിക്കുക. ദൈവഭക്തിയുടെ പ്രായോഗികതയിൽ 4 കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 4-ാമത്തെ കാര്യം, സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവൻ ആയിരിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വാക്യം വായിക്കാം പഴയ നിയമത്തിൽ നിന്നും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് എടുക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം. നമുക്ക് പരിചയമുള്ള വാക്കാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 5, 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്നെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഉണ്ടെന്ന് തന്നെയാണ് സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. നമ്മെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കുന്ന മേഖല ഏതാണെന്നറിയാമോ? നമ്മിലുള്ള
വിശ്വസ്തതയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 12-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വളരെ ഭയത്തോടെ നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. 12-ാം സങ്കീർത്തനത്തിൽ എന്താണ് വായിക്കുന്നത്? യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അടുത്തത്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാരില്ല, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ യഹോവയുടെ കണ്ണ് വിശ്വസ്തതയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കണ്ണിന് നമ്മുടെ വിശ്വസ്തത, നാം കാണിക്കുന്ന വിശ്വസ്തത തൃപ്തികരം എന്ന് വിചാരിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ കണ്ണിനെ പറ്റി നാം എന്താ വായിക്കുന്നത്? യഹോവയുടെ കണ്ണ് അഗ്നിജാലക്കൊത്ത കണ്ണാണ്, അല്ലേ? അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ എന്നെ നോക്കുമ്പോൾ എന്നിലുള്ളതാക്കുന്ന വിശ്വസ്തത കണ്ടിട്ട് ദൈവത്തിന് തൃപ്തികരമാകുന്നുണ്ടോ? നമ്മുടെ ജീവിതം എത്രമാത്രം ഗൗരവമേറിയതാണ് പ്രിയപ്പെട്ടവരെ. നാം അത് എത്രമാത്രം ചിന്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാലഘട്ടങ്ങൾ, ഈ വർത്തമാന കാലഘട്ടം എത്രയോ വൈഷമ്യം നിറഞ്ഞതായിട്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വസ്തത ലേശം പോലും ഇല്ലാത്തതായിരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തി നിൽക്കുകയല്ലേ? ദൈവ ഭയം എന്ന് പറയുന്നത് അന്യം നിന്ന് പോയിരിക്കുകയല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ? ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ടോ എന്ന് കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച എന്റെ സഭയിൽ ദൈവനെ സൂക്ഷിച്ചപ്പോൾ ഞാനൊരു വാക്യം സഭയിൽ വായിച്ചു കേൾപ്പിക്കുവാൻ ഇടയായി. ഞാൻ അതൊന്നും കൂടെ വായിപ്പാൻ ആഗ്രഹിക്കാം. ദൈവഭയത്തെ കുറിച്ചാണ് അവിടെ വായിപ്പാൻ കഴിയുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം എടുക്കാമോ? നെഹമ്യാവിന്റെ പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം. നെഹമ്യാവിന്റെ പുസ്തകം, നെഹമ്യ എവിടെയാണെന്നറിയാവില്ലേ? നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നാം എന്താ വായിക്കുന്നത്? എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിനു ഭാരമായിരുന്നു. 40 ശേക്കൽ വെള്ളി വീതം വാങ്ങി, കൂടാതെ അപ്പവും വീഞ്ഞും അവരോട് വാങ്ങി. അവിടെ ഭൃത്യന്മാരും ജനത്തിൽ കർത്തൃത്വം നടത്തി വരുന്നു. ഞാനോ ദൈവഭയമായി അങ്ങനെ ചെയ്തില്ല. ഇത് ദേവാജി അപ്പച്ചനാണെന്ന് എനിക്ക് തോന്നുന്നു, സൈമൺ മാത്യു. ആരാളും ആയിക്കോട്ടെ. ഏതാ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, വായിച്ച ആളോട് തന്നെ ചോദിക്കട്ടെ. അതായത് തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ദേശാധിപതിമാര്, തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ദേശാധിപതിമാർ എന്ത് ചെയ്തോ അത് തന്നെ നെഹമ്യാവിനും ചെയ്താൽ മതി, ഇല്ലേ? പോരെ? അതെ, മതി. മതിയല്ലോ, സമ്മതിച്ചല്ലോ. തനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്തോ അത് തന്നെ നെഹമ്യാവ് ചെയ്താൽ മതി. ആരെങ്കിലും നെഹമ്യാവിനെ കുറ്റപ്പെടുത്തുവോ? ആരും കുറ്റപ്പെടുത്തത്തില്ല. ആരും കുറ്റപ്പെടുത്തത്തില്ല. നെഹമ്യാവിനോട് ചോദിച്ചാൽ ഉടനടി ആൻസർ വരും. എന്താ ആൻസർ? എന്റെ മുമ്പേ ഉള്ളവർ ഇതൊക്കെ തന്നെയാ ചെയ്തത്, അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് മുമ്പേ ഉള്ളവർ എന്ത് ചെയ്തോ അത് തന്നെ ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞ് നെഹമ്യാവിന് രക്ഷപ്പെടാം. ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ, ഒരു പ്രശ്നവും ഇല്ല കാര്യത്തിൽ. പക്ഷെ നെഹമ്യാവ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനോ എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്നും തന്നെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താണ്? അവിടെയാ വേർപാടും വിശുദ്ധിയുള്ളത്. എല്ലാവരും ഒരുപോലെങ്കിൽ ഞാനും ഒരുപോലെ. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. ഇവിടെ വായിക്കുന്നത് ഞാനോ ദൈവ ഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ നിയന്ത്രിച്ച ഘടകം എന്താണ്? ദൈവഭയത്താൽ താൻ നിയന്ത്രിക്കപ്പെടുവാനിടയായി എന്നതുപോലെ തന്നെ വിശ്വസ്തതയാൽ ഞാനും നിങ്ങളും നിയന്ത്രിക്കപ്പെടണം. യഹോവയുടെ കണ്ണ് എന്നിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് തൃപ്തിയായിരിക്കണം. ദൈവത്തിന്റെ കണ്ണിൽ തൃപ്തി വരുത്തുവാൻ കാരണം എന്നിലുള്ള വിശ്വസ്തതയെ കണ്ടിട്ട് ദൈവം പറയണം, വിശ്വസ്തദാസൻ. അല്ല, ഇനി അങ്ങനെയല്ലേ പറയാൻ പോകുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ആ വിളി കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നതില്ലെങ്കിലോ?
എങ്ങനെ ദൈവം വിളിക്കും നമ്മെ? എങ്ങനെ കർത്താവ് നമ്മെ വിളിക്കും? ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നതാണ് 110-ാം സങ്കീർത്തനം വായിക്കുന്നത്. മേഘങ്ങളോളം എത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. പക്ഷേ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമാകത്തക്ക നിലയിൽ വിശ്വസ്തതയുള്ളവരാണോ എന്ന് നമുക്കൊന്ന് സ്വയം ശോധന കഴിക്കാൻ പ്രിയപ്പെട്ടവരെ. നാം ഈ വേദഭാഗം മുഴുവൻ ഒന്നും പഠിച്ചു തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 4 ക്ലാസ്സിലാണ്, ഇനിയിപ്പം 2 ക്ലാസ്സേ ഉള്ളൂ. ഇതുവരെ പ്രോപ്പറായ വിഷയത്തിലേക്ക് പോലും പ്രവേശിച്ചിട്ടില്ല. വേണ്ട, ഇത്രയൊക്കെ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. നാം ഒരുപാട് പഠിച്ചു പോകുന്നതിനല്ല അർത്ഥമാക്കുന്നത്. നാം എവിടം വരെ പഠിച്ചോ അതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുവാനിടയായി തീരണം. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഈ 4 കാര്യങ്ങൾ നാം ഒരിക്കലും മറന്നു പോകാൻ പാടുള്ളതല്ല. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അല്പം കൂടി മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന 5 മേഖലകളെ സംബന്ധിച്ച് ഈ ഭാഗത്ത് വായിക്കുന്നു. ഒന്നുകൂടെ പറയാം. ദൈവ കൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന 5 മേഖലകൾ 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. ഈ 5 വിഷയങ്ങൾ മാത്രം ഞാൻ എളുപ്പം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിനുള്ള സമയമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന 5 മേഖലകൾ. 1-ാമത്തെ മേഖല, സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധിയിലേക്ക് നാം ഉയരണം. സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധിയിലേക്ക്. 2-ാമത്തെ കാര്യം, വർജനത്തിന്റെ സമൃദ്ധിയിലേക്ക്. വർജനം എന്താന്നൊക്കെ ദൈവം എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നാം ചിന്തിക്കും. വർജനത്തിന്റെ സമൃദ്ധിയിലേക്ക് നാം ഉയരുവാനായിട്ടിടയായി തീരണം. വർജനത്തിന്റെ സമൃദ്ധി. 3-ാമത്തെ കാര്യം, വിശുദ്ധീകരണത്തിന്റെ സമൃദ്ധിയിലേക്ക് നാം ഉയരണം. വിശുദ്ധീകരണത്തിന്റെ സമൃദ്ധിയിലേക്ക്. 4-ാമത്തെ കാര്യം, സൽപ്രവൃത്തികളുടെ സമൃദ്ധിയിലേക്ക് നാം ഉയരുവാനിടയാകണം. സൽപ്രവൃത്തികളുടെ സമൃദ്ധിയിലേക്ക്. ഇനി 5-ാമത്തെ കാര്യം, പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് നാം ഉയരുവാനിടയാകണം. പ്രത്യാശയുടെ സമൃദ്ധി. നോക്കുക, ഈ ഭാഗത്ത് തന്നെ 5 സമൃദ്ധിയിലേക്കാണ് ദൈവം നമ്മെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5 മേഖലകളാണിത്. ഒന്നും കൂടെ ഞാൻ പറയാം. 1, സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധിയിലേക്ക്. 2, വർജനത്തിന്റെ സമൃദ്ധിയിലേക്ക്. ഇതിനെല്ലാം വാക്യങ്ങൾ ഉണ്ട് കേട്ടോ. വാക്യങ്ങൾ ഞാൻ അടുത്ത ആഴ്ചയിൽ പറഞ്ഞോളാം. വർജനത്തിന്റെ സമൃദ്ധിയിലേക്ക്. 3, വിശുദ്ധീകരണത്തിന്റെ സമൃദ്ധിയിലേക്ക്. 4, സൽപ്രവർത്തികളുടെ സമൃദ്ധിയിലേക്ക്. 5, പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക്. ഈ 5 സമൃദ്ധിയിലേക്ക് 5 കാര്യങ്ങൾ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 5 കാര്യങ്ങളുടെ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അതാണ് ദൈവ കൃപയുടെ സമൃദ്ധി എന്ന് പറയുന്നത്. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഇത് തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു വിഷയമാണ്. വളരെ ചേർന്ന് പോകുന്നത്. പഠിക്കാൻ ഒരുപാട് സത്യങ്ങളുണ്ട്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കട്ടെ. ഈ 1-ാമത്തെ കാര്യത്തിന്റെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കാം. സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധിയിലേക്ക്. 13-ാമത്തെ വാക്യമാണ്. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെ ഒന്ന് പറയട്ടെ. സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ദൈവീകമായ ഒരു വസ്തുതയാണ്. ദൈവീകമായ വസ്തുത. 3 കാര്യങ്ങൾ: സുബോധം, നീതി, ദൈവഭക്തി. ദൈവികം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവികം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം.
ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു. യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നാം വായിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ്? നീയോ വളരണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നീയോ വളരണം, ഞാനും എന്ത് ചെയ്യണം? കുറയണം. അങ്ങനെയാണോ? നീയോ വളരണം, ഞാനോ കുറയണം എന്ന് തന്നെയാണ് ഷാഹുൽ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. പക്ഷെ നീയോ വളരണം, ഞാനും വളരണം എന്ന് തന്നെയാണ് നമ്മുടെ ചിന്തയില്. നീയോ വളരണം, ഞാനോ കുറയണം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവകരമായ ഒരു ആശയം ദൈവത്തിന്റെ ആത്മാവിടെ പറയുകയാണ്. തികച്ചും ദൈവികമെന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരനുഭവം. ക്രിസ്തുവിന് വളരാൻ പറ്റിയതായിരിക്കുന്ന ഒരു ആത്മീയ ജീവിതമാണോ നമ്മുടെ ജീവിതം? വളർന്ന് പന്തലിക്കുന്ന ഒരു ആത്മീയ അനുഭവം. ക്രിസ്തു സമൃദ്ധമായി. നമ്മുടെ കർത്താവ് എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും പിന്നെ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനായിട്ടാണ് ക്രിസ്തു വന്നത്. നമ്മൾ കേവലം നാം ജീവിക്കുക മാത്രമല്ല, സമൃദ്ധമായിരിക്കുന്ന ജീവൻ. അത് തന്നെ ആശയം ഇവിടെയും വരുന്നത്. ക്രിസ്തു നമ്മിൽ കേവലം ജനിക്കുന്ന ഒരു അനുഭവമല്ല, സമൃദ്ധമായി വളരുന്ന ഒരനുഭവം. നമുക്കറിയാം, ഒരു വൃക്ഷം സമൃദ്ധമായി വളരണമെങ്കിൽ, ഒരു ചെടി സമൃദ്ധമായി വളരണമെങ്കിൽ അതിനാവശ്യമായതെല്ലാം ലഭ്യമാവുമ്പോഴാണ് അത് സമൃദ്ധമായിട്ട് വളരുന്നത്. നമുക്ക് ആവശ്യമായതെല്ലാം ലഭ്യമായിട്ടും വേണ്ടത്ര വളർച്ചയില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? നാം അന്വേഷിച്ചേ മതിയാകുകയുള്ളൂ. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കട്ടെ. സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സിബി വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണ്. സിബി വീഡിയോ ഓൺ ചെയ്തെന്ന് പറയുമ്പോൾ ഇതുവരെ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ സമയം ഏറെക്കുറെ തീർന്നിരിക്കുന്നു എന്ന ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നാം മനസ്സിലാക്കുന്നതായ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.